നമുക്ക് 13th ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. 13th ക്വസ്റ്റ്യനില് ദ ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ. സാധാരണ ഫംഗ്ഷന്റെ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതിൽ ലോഗരിതം കൂടി വന്നിട്ടുണ്ട് മാത്രമേ. ഈ ഫംഗ്ഷൻ നമുക്ക് എത്രയും പരിചയമാണ് ഇതിന്റെ ഡൊമെയിൻ കാണാൻ. ലോഗരിതത്തിന്റെ ഡൊമെയിനും നമുക്ക് കണ്ടുപിടിക്കാം. ലോഗരിതം ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ പോസിറ്റീവ് റിയൽ നമ്പർ. അത്രയേ ഉള്ളൂ. രണ്ട് ഫംഗ്ഷൻസുകളുടെ ഡൊമെയിൻ കണ്ട അതിന്റെ സമ്മിന്റെ ഡൊമെയിൻ ഇന്റർസെക്ഷൻ ഓഫ് ദ ഡൊമെയിൻ ആണ്. ഇപ്പോ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഡൊമെയിൻ ഓഫ് എഫ് പ്ലസ് ജി ഈക്വൽ ടു ഡൊമെയിൻ ഓഫ് എഫ് ഇന്റർസെക്ഷൻ ഡൊമെയിൻ ഓഫ് ജി എന്നാണ് പറയുക. അപ്പൊ നമുക്ക് ആദ്യം എഫ് എക്സിന്റെ ഡൊമെയിൻ ഒന്ന് കാണാം. എഫ് എക്സ് എന്ന് പറയുന്നത് ഇതാണ്. എന്തായിരുന്നു എഫ് എക്സ്? എഫ് എക്സിലെ ഫസ്റ്റ് പാർട്ട് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 25 ഡിവൈഡഡ് ബൈ 4 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ലോഗ് ടു ദ ബേസ് 10 എക്സ് സ്ക്വയർ പ്ലസ് 2x, ഐ തിങ്ക് 2x പ്ലസ് മൈനസ് 15 ഈസ് ഡിഫൈൻഡ്. എപ്പോഴൊക്കെ ഡിഫൈൻഡ് ആവുന്നത്? ആദ്യം വേണ്ടത് എക്സ് സ്ക്വയർ മൈനസ് 25 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതിൽ കൂടെ തന്നെ എന്ത് വരാൻ പാടില്ല? എക്സ് നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2. കാരണം എന്താണ് പറ? ന്യൂമറേറ്റർ റൂട്ടിനകത്തുള്ളത് നോൺ നെഗറ്റീവ് ആയിരിക്കണം, ഡിനോമിനേറ്റർ 0 ആവരുത്. ആൻഡ് അടുത്ത കണ്ടീഷൻ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 15 കൃത്യമായും 0യേക്കാൾ കൂടിയിരിക്കണം. ഇതെല്ലാം ചേരുന്ന സ്ഥലമാണ് അതിന്റെ ഡൊമെയിൻ. അപ്പൊ ഒന്നുകൂടി എഴുതാം. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 25 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണമെങ്കിൽ എക്സ് സ്ക്വയർ ആയിരിക്കണം, 25 അതിനധികം ആയിരിക്കണം. അപ്പൊ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ മൈനസ് ഇൻഫിനിറ്റി ക്ലോസ്ഡ് മൈനസ് 5 വരാം, യൂണിയൻ ലെഫ്റ്റ് ക്ലോസ്ഡ് 5 ഇൻഫിനിറ്റി വരാം. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 25 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് 2 വരുമോ? 2 വരില്ല. ഇവിടെ മൈനസ് 2 വരുമോ? ഇല്ല. അപ്പൊ ഈ കണ്ടീഷൻ ഓക്കെ, ഇതും ഇതും ഇതിനകത്ത് റെഡി ആയി. എന്നാൽ വാട്ട് അബൌട്ട് ദിസ്? ഇതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കണം. അതിനെപ്പറ്റി എങ്ങനെ ചിന്തിക്കുന്നു? ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എക്സ് മൈനസ് 5 ഇൻറ്റു, ഐ തിങ്ക് ഇറ്റ് ഈസ് എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 3 ആണോ? എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 15 തിരിച്ച് it is x plus 5 into x minus 3 greater than 0. x plus 5 into x minus 5 greater than 0 ആയിരിക്കണം. അപ്പൊ എന്ത് വരണം? x ന്റെ വാല്യൂ, that implies x belongs to മൈനസ് ഇൻഫിനിറ്റി മൈനസ് 5 വരാം, യൂണിയൻ 3 ഇൻഫിനിറ്റി വരാം. അപ്പൊ എങ്ങനെ വരും നോക്കൂ. ഓപ്പൺ ഇന്റർവൽ മൈനസ് ഇൻഫിനിറ്റി മൈനസ് 5 വരാം, അതിവിടെ ഉണ്ട്, ഇവിടെ ഓപ്പൺ ആക്കി കൊടുത്താൽ മതി. ഈ കാണുന്ന രണ്ടെണ്ണത്തിന്റെ കൂടി ഇന്റർസെക്ഷൻ, പിന്നെ 5 ടു ഇൻഫിനിറ്റി, ഇവിടെ 3 ടു ഇൻഫിനിറ്റി ആയി. അപ്പൊ ഇതിന്റെ ഇന്റർസെക്ഷൻ എന്തായിരിക്കും? 1ന്റെയും 2ന്റെയും കൂടി ഇന്റർസെക്ഷൻ. ഡൊമെയിൻ ഈക്വൽ ടു ഇന്റർസെക്ഷൻ 1 and 2. ഇതിന് രണ്ടിനും കൂടി ഇന്റർസെക്ഷൻ ആരാണ്? ഓപ്പൺ ഇന്റർവൽ മൈനസ് ഇൻഫിനിറ്റി മൈനസ് 5 യൂണിയൻ വേണമെങ്കിൽ നമുക്ക് 3 ടു ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് ഇവിടെ 5, ഈ കേസിൽ ഇവിടെ ഒരു 5 അവോയ്ഡ് ചെയ്യുന്നുണ്ടോ നോക്കണം. ഇല്ല. യു ക്യാൻ ഹാവ് 5 ഇൻഫിനിറ്റി. ഇപ്പൊ ക്വസ്റ്റ്യനില് ദ ഡൊമെയിൻ ഈസ് ലെഫ്റ്റ് ക്ലോസ്ഡ് ആണ്. ഇവിടെ ലെഫ്റ്റ് ക്ലോസ്ഡ് 5. അപ്പൊ ആൽഫയ്ക്ക് പകരം -5ഉം ബീറ്റയ്ക്ക് പകരം 5ഉം ആണ് നമുക്ക് ലഭിക്കുന്നത്. കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഡൊമെയിൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത്
ഡൊമെയിൻ കിട്ടിയിരിക്കുന്നത് ഓപ്പൺ മൈനസ് ഇൻഫിനിറ്റി -5 യൂണിയൻ ലെഫ്റ്റ് ക്ലോസ്ഡ് 5 ഇൻഫിനിറ്റി. അവർ പറയുന്ന ഡൊമെയിൻ ഓപ്പൺ ഇന്റർവൽ -∞ a യൂണിയൻ ആൽഫ യൂണിയൻ ലെഫ്റ്റ് ക്ലോസ്ഡ് ബീറ്റ ഇൻഫിനിറ്റി. സോ ആൽഫ ഈക്വൽ ടു -5, ബീറ്റ ഈക്വൽ ടു 5. Alpha equal to -5, beta equal to 5. What you are asked to find out? Alpha square plus beta cube. Alpha square plus beta cube is equal to 25 plus 125. The answer will be 150. 150 is the answer. The answer is there. Option 3. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിന്റെ ഡൊമെയിൻ കണ്ടു, അത് നമ്പർ 1 ആണ്. ഡിനോമിനേറ്റർ 0 ആക്കില്ല നമ്പർ 1. സെക്കൻഡ് പാർട്ട് ലോഗരിതമാണ്. ലോഗരിതത്തിനകത്തുള്ളത് എക്സാക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, എങ്കിലേ ഡിഫൈൻഡ് ആവുള്ളൂ. അപ്പോൾ നമ്പർ 2 ആണ് അതിന്റെ ഡൊമെയിൻ. ഇപ്പൊ 1ന്റെയും 2 കൂടി യൂണിയൻ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ഓപ്പൺ ഇന്റർവൽ -∞5 -5 യൂണിയൻ ലെഫ്റ്റ് ക്ലോസ്ഡ് 5 ഇൻഫിനിറ്റി. അത് അവർ തന്ന അതേ പാറ്റേൺ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആൽഫയ്ക്ക് പകരം -5ഉം ബീറ്റയ്ക്ക് പകരം 5ഉം. Then direct substitution we will get 150 is the answer. 150 എന്ന് പറയുന്ന ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ.